ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ പോലീസ് മർദ്ദനങ്ങളിൽ അന്വേഷണം. ഏത് കേസ് എത്ര അന്വേഷിച്ചാൽ തീരും? പരാതി പ്രവാഹമാണെന്നാണ് പറയുന്നത്. അപ്പീൽ പ്രവാഹം. പീച്ചി സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരനെ മർദ്ദിച്ച PM നിരീഷിനെതിരെ ഉടൻ നടപടിക്ക് സാധ്യതയെന്നറിയുന്നു. ഹോട്ടൽ ഉടമ ഔസേപ്പിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. ലോക്കപ്പ് മർദ്ദനങ്ങൾ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. കുന്നംകുളം മർദ്ദനക്കേസിൽ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. 11 മണിക്ക് യൂത്ത് കോൺഗ്രസുകാരെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോലീസുകാരെ പുറത്താക്കാൻ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ഗവൺമെന്റ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ജെയ്സൺ ചമോളപ്പിലും TV പ്രസാദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ജെയ്സണിലേക്ക് പോകാം. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ജെയ്സൺ, പീച്ചിയിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രതീഷിനെതിരെ നടപടിക്കൊരുങ്ങുന്നു സർക്കാർ എന്നുള്ളതാണോ? ഈ ഔസേപ്പിനെ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു എന്നാണ് അറിയുന്നത്. താമസിയാതെ തന്നെ രതീഷിനെതിരെ നടപടി വന്നേക്കും. ഒരു സസ്പെൻഷനെങ്കിലും ഉറപ്പാണ്. അദ്ദേഹം അന്നീ അടിക്കുന്ന സമയത്ത് 2023 മെയ്യിൽ SI ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ CA പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജെയ്സൺ, രതീഷിനെതിരെ നടപടിക്കൊരുങ്ങുകയാണോ ജില്ലാ നേതൃത്വം? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രതീഷിനെതിരെ നടപടിയെടുക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്ന സ്ഥിതി ഇപ്പോൾ വന്നിരിക്കുന്നു. ഏറ്റവും വിചിത്രമായ ഒരു കാര്യം, രതീഷിനെതിരെ നിലവിൽ അന്വേഷണ റിപ്പോർട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പോലീസ് കണ്ടതാണ്. 2024 CCTV ദൃശ്യങ്ങൾ ഈ ഔസേപ്പ് എന്ന വ്യക്തിക്ക് കൊടുത്തതാണ്. എന്നിട്ടും യാതൊരു നടപടിയും എടുക്കാതിരുന്ന പോലീസാണിപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ DIG ഹരിശങ്കർ തന്നെ ഔസേപ്പിനെ നേരിട്ട് ബന്ധപ്പെടുന്നു. എത്രയും പെട്ടെന്ന് സംബന്ധിച്ച മുഴുവൻ രേഖകളും, ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ IG-യുടെ നമ്പർ കൊടുക്കുന്നു. ഒരു DIG ഒരു പരാതിക്കാരനായ വ്യക്തിക്ക് IG-യുടെ നമ്പർ കൊടുത്ത് തൻ്റെ മേലുദ്യോഗസ്ഥ നമ്പർ കൊടുക്കുന്ന അപൂർവം ചില സംഭവങ്ങൾ എന്ന് പറയേണ്ടി വരും. അതിനർത്ഥം പോലീസ് അത്രയേറെ പ്രതിരോധത്തിലായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നടപടിയിലേക്ക് കടക്കണമെന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കം പോലീസ് ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി യാതൊന്നും ചെയ്യാതെ ഒരു വിരൽ പോലും അനക്കാതിരുന്ന പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ മർദ്ദനത്തിന് ദൃശ്യങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ കടുത്ത പ്രതിരോധത്തിലാവുകയും അനിവാര്യമായ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരമൊരു ശിക്ഷാ നടപടിയിലേക്കാണ് ഇപ്പോൾ രതീഷിൻ്റെ കാര്യത്തിലും എത്തിയിരിക്കുന്നത്. രതീഷിനെതിരെ എത്രയും പെട്ടെന്ന് തന്നെ നടപടിയെടുക്കും. അതിൻ്റെ പ്രാഥമികമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഔസേപ്പിൽ നിന്നുകൂടി എന്തെങ്കിലും പുതിയതായ വിവരങ്ങൾ തേടാനുണ്ടോ എന്നതാണ് DIG-യും IG-യും ഒക്കെ ഇപ്പോൾ ആരാഞ്ഞിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ കൂടി സമർപ്പിക്കാൻ ഔസേപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പരാതിക്കാരനായിരുന്ന ദിനേശൻ വെളിപ്പെടുത്തിയ ഗുരുതരമായ മറ്റൊരു വിഷയം കൂടി ഇന്നലെ നാം ദിനേശൻ്റെ വാക്കുകളിലൂടെ പുറത്തുവിട്ടിരുന്നു. മണ്ണുത്തി SHO ആയിരുന്ന CI ഷുക്കൂർ അതിക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് ദിനേശൻ വ്യക്തമാക്കുന്നത്. ഈ ദിനേശനും അതുപോലെ തന്നെ ഔസേപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇത്തരം സംഘർഷങ്ങളിലേക്ക് എത്തിച്ചത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ആ ദിനേശൻ തന്നെ പറയുന്നു പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു, ഷുക്കൂർ എന്ന CI അതിക്രൂരമായി മർദ്ദിച്ചു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, 2 പേരെ, വാദിയെയും പ്രതിയെയും, പരാതിക്കാരനെയും അതുപോലെ തന്നെ പ്രതിസ്ഥാനത്ത് നിന്ന ആളുകളെയും ഇരു പോലീസുകളും അതിക്രൂരമായി മർദ്ദിച്ചു എന്നതിൻ്റെ വിവരങ്ങളാണ് ഇന്നലെയും പുറത്തു വന്നത്. അതായത് 2 ഭാഗത്തും നന്നായിട്ട് പോലീസ് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് ഇത് സമഗ്രമായ അന്വേഷണം ഇതിനെ തുടർന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ദിനേശിൽ നിന്നും പോലീസിന് മൊഴിയെടുക്കേണ്ടി വരും. ഷുക്കൂറിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടി വരും. നിലവിൽ രതീഷിനെ സംബന്ധിച്ച് രതീഷിൻ്റെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തിയല്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ SI ആയിരുന്ന രതീഷ്, 2023 SI ആയിരുന്ന രതീഷ് പിന്നീട് ചെറുതുരുത്തിലേക്ക് CA-യുമായി മാറിപ്പോകുന്നു. ഇപ്പോൾ കടവന്ത്രയിൽ ഏറ്റവും ഗംഭീരമായ സ്റ്റേഷനിൽ സുരക്ഷിതമായി ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ പോലീസുകാരൻ ഇപ്പോഴും വാഴുന്നു. പക്ഷേ നിവർത്തിയില്ല പോലീസിന്, ആഭ്യന്തര വകുപ്പിന് ഇയാൾക്കെതിരെ കടുത്ത നടപടിയെടുത്തേ മതിയാകൂ. അതിലേക്കാണ് കാര്യങ്ങൾ. ഒരു പക്ഷേ ഇന്ന് തന്നെ നടപടി വന്നേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിടുക്കപ്പെട്ടൊരു തീരുമാനമുണ്ടാവും. അതല്ലാത്ത പക്ഷം കൈവിട്ടു പോകുമെന്നുള്ളൊരു തോന്നലാണ്. ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായിട്ടും പ്രതിക്കൂട്ടിലായിരിക്കുന്നു. മാത്രമല്ല അപ്പീൽ പ്രവാഹമാണെന്നറിയുന്നു, അല്ലേ? തീർച്ചയായും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പീച്ചി സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആദ്യമായി പുറത്തു വന്നത്. എൻ്റെ അറിവ് പ്രകാരം കേരളത്തിൽ ആദ്യമായിരുന്നാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു CCTV ദൃശ്യം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരാവകാശ പ്രകാരം ലഭിക്കുന്നത് പീച്ചിയിൽ വിഷയമായി ബന്ധപ്പെട്ട 2024 CCTV ദൃശ്യങ്ങൾ ഔസേപ്പിന് ലഭിച്ചത്. പക്ഷേ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ CCTV ദൃശ്യങ്ങൾ പുറത്ത് കൊടുക്കാതിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ കുന്നംകുളം വിഷയം ഉണ്ടായപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് കൊടുക്കാൻ അയാൾ തയ്യാറാവുന്നത്.
പക്ഷെ അതിനുശേഷം ഇനി വലിയ പ്രതിസന്ധിയാണ് പോലീസ് നേരിടാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. നിരവധി CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അപേക്ഷകൾ വരും. പോലീസിന് അത് നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. വിവരാവകാശ കമ്മീഷന് കളിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് മൂന്നാം മുറകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്ന സാഹചര്യത്തിലേക്കാണ് ഈ വരും കാലങ്ങൾ പോകുന്നത്. അരുൺകുമാർ, ജയ്സൺ തുടരുക. പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, പ്രതിപക്ഷം എന്തായാലും നിലപാട് കടുപ്പിച്ച് തന്നെയാണ്. ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇല്ല. ഈ സസ്പെൻഷൻ കൊണ്ട് ഇത് നടക്കില്ല എന്നുള്ളതാണ് കുന്നംകുളത്തിന്റെ കാര്യം. ഇപ്പോൾ രതീഷിന്റെ വിഷയം പുറത്തു വന്നിരിക്കുന്നു. തണ്ണിത്തോട് നിന്നുള്ള വിഷയം ഇന്നലെ പുറത്തു വന്നു. കോന്നി SI ആയിരുന്ന, ഇപ്പോൾ ആലപ്പുഴ DVSP ആയിരുന്ന മധുബാബുവിനെതിരെയുള്ള ആരോപണം, മാമുക്കോയുടെ ആരോപണം കോഴിക്കോട് നിന്ന് വരുന്നു. അങ്ങനെ ഓരോ ഇടങ്ങളിൽ നിന്നായിട്ട് ആരോപണങ്ങളുടെ ശരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ദൃശ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അപ്പീൽ പ്രവാഹമാണ് എന്നറിയുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ മൊത്തം കൂടി പൊളിഞ്ഞണിങ്ങി താഴെ വീഴുമോ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും സംസ്ഥാനം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അടിപൊട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇനി പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ വരാൻ പോകുന്നു. പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അല്ലേ ടി വി പ്രസാദ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഉറപ്പായും പ്രതിപക്ഷത്തിന് ഈ ഒരു സമയത്ത് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്ന ഈ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളും ദൃശ്യങ്ങളും വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് കൃത്യം ഒരാഴ്ചക്കപ്പുറം അടുത്ത തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ പ്രതിപക്ഷം കസ്റ്റഡി മർദ്ദനം ഉയർത്തിപ്പിടിച്ച് ആഞ്ഞടിക്കും എന്ന കാര്യം ഉറപ്പാണ്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെയൊരു സജീവമായ ചർച്ചയിലേക്ക് പ്രതിപക്ഷത്തിന് എത്താൻ കഴിഞ്ഞത്. സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വലിയ പ്രതിരോധത്തിലാക്കുന്ന വിഷയം തന്നെയാണിത്. കാരണം ബാക്കി എല്ലാ വിഷയങ്ങളിലും പറഞ്ഞു നിൽക്കാം, രാഷ്ട്രീയമായ ആരോപണമാണെന്ന് പറഞ്ഞു നിൽക്കാമെങ്കിലും ഈ വിഷയം കുന്നംകുളത്തും പീച്ചിയിലും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് എന്നതാണ്. 4 പോലീസുകാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഉടനടി അന്വേഷണത്തിന് ഉത്തരവിടുന്നു, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടി 6 മണിക്കൂർ പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കുന്നു. പക്ഷേ അതുപോരാ എന്ന നിലപാടിലേക്ക് കോൺഗ്രസും UDF-ഉം എത്തുന്നു. ആ 4 പേരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യം സജീവമായി അവർ ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു നീക്കത്തിന് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും നോക്കുന്നത്. അവരെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അരുൺ. മുമ്പുള്ള സാഹചര്യം പോലെയല്ല. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇതെല്ലാം ഒന്ന് മെല്ലെയാക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആഭ്യന്തര വകുപ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കൃത്യമായി നടപടിയെടുക്കും എന്നൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണമെങ്കിൽ ഉറപ്പായും ഈ 4 പേർക്കെതിരെ അതിശക്തമായ നടപടി വേണ്ടതുണ്ട്. അവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇതിനകം പുരോഗമിച്ചിരിക്കുന്നത്. പക്ഷേ അതിനൊരു സമയമുണ്ട്. വളരെ പെട്ടെന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ കോടതി വഴി അവർ തിരിച്ച് ജോലിയിലേക്ക് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ കഴിയില്ല. പക്ഷേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പാകെയുള്ള നിയമസഭാ സമ്മേളനം പെട്ടെന്ന് നടപടി ഉണ്ടായേക്കും വരും. താങ്ക് യു. ടി വി പ്രസാദും ചീസനുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പീൽ പ്രവാഹമാണെന്നാണ് കേട്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ വരും. പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചു വെച്ച കൊള്ളരുതായ്മകൾ പുറത്ത് നാട്ടുകാർ കാണും. കുനിച്ചു നിർത്തി കൂമ്പിലിട്ടിടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നത്, കുന്നംകുളത്ത് നടന്നത്. പീച്ചിയിൽ നടന്നതോ കരണക്കുറ്റിക്ക് കാവാലം മുളക്കി അടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് പീച്ചിയിൽ നടന്നത്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മാമുക്കോയുടെ കാര്യത്തിലും പറഞ്ഞു കരണക്കുറ്റിക്കാണ് അടി കിട്ടിയത് എന്നാണ് പറഞ്ഞത്.